ഹേ എവരി വൺ വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ലേൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റയിലും യൂട്യൂബിലും എനിക്ക് കുറേ പേർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എൻ്റെ ഫസ്റ്റ് ഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ഞാൻ എൻ്റെ ഫസ്റ്റ് ഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഫയർ. എൻ്റെ ഫസ്റ്റ് ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കണ്ടെയ്നർ വെസലായിരുന്നു. ഞാനൊരു 5.5 മാസമാണ് ഫസ്റ്റ് ഷിപ്പിൽ സെയിൽ ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ഷിപ്പ് ജോയിനിങ് വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. എൻ്റെ എക്സാംസ് വരുന്നത് ജൂൺ 5 കമ്പനി സിമ മറൈൻസ് ആണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴിയാണ് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയത്. എൻ്റെ ജോയിനിങ് വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. എൻ്റെ എക്സാംസ് ജൂൺ 5 ജൂൺ 5 എക്സാംസ് തീർന്ന് ഞങ്ങൾ ജസ്റ്റ് കമ്പനിയിലൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഇമ്മീഡിയറ്റ് ജോയിനിങ് ഉണ്ടായിരുന്നു. വിത്തിൻ 2-3 ഡേയ്സ് ജോയിൻ ചെയ്യണമായിരുന്നു. അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ റെഡിയാന്ന് പറഞ്ഞ് ജൂൺ 9 ഞാൻ ഓൺ ബോർഡ് കയറിയതൊക്കെ ജോയിനിങ് ഒക്കെ കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. സാധാരണ ഇത്ര പെട്ടെന്ന് ആർക്കും ജോയിനിങ് കിട്ടാറില്ല. എന്തോ ഭാഗത്തിന് എനിക്കും രണ്ട് ഫ്രണ്ട്സിനൂടെ പെട്ടെന്ന് ജോയിനിങ് കിട്ടി. എന്തോ ഭാഗത്തിന് ഞങ്ങൾക്ക് എത്ര പെട്ടെന്ന് സീ ടൈം തീർക്കാലോ. എനിക്ക് ആകെപ്പാട് ഒരു 4 ഡേയ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കോളേജ് കഴിഞ്ഞ് ഷിപ്പിലേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒട്ടും മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. എൻ്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞ് കുറച്ച് നാൾ വീട്ടിലൊന്ന് പോയി സെറ്റിലായിട്ട് അപ്പം തന്നെ ജോയിനിങ് ആവുള്ളൂ എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇത് പെട്ടെന്നായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഓർത്തു എന്തായാലും വന്നതല്ലേ, എന്നായിട്ട് ഓക്കെ ആവാന്നൊക്കെ ഓർത്ത് ജോയിൻ ചെയ്ത കുറച്ച് ദിവസങ്ങളൊന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ടൊക്കെയാണ് പോയത്. ഒരു 1 വീക്ക് 1.5 വീക്ക് വളരെ സ്മൂത്ത് ആയിട്ടാണ് പോയത്. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ പ്രശ്നങ്ങൾ വന്ന് എനിക്ക് ഫസ്റ്റ് ഷിപ്പ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞാൻ അത്രയ്ക്ക് സ്മൂത്ത് അല്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. കാരണം കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ തന്നെ വീഡിയോ കുറെ ലോങ് ആയപ്പോൾ, അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ചീഫ് ഓഫീസറും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു 1.5 ആഴ്ച ഒരു പ്രോബ്ലം ഇല്ലാണ്ട് പോയി. എൻ്റെ വർക്ക്സ് എനിക്ക് സ്റ്റെൻസിലിങ്, പെയിന്റിങ് അങ്ങനത്തെ കുറച്ച് കേരറ്റ്സ് ജോബ്സ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ബ്രിഡ്ജ് വാച്ച് കീപ്പിങ്ങും ഉണ്ടായിരുന്നു. മോർണിംഗ് 4 to 7 ഈവനിങ് ഒരു 4 to 8 ഉണ്ടായിരുന്നു. പിന്നെ 1 hour എക്സ്ട്രാ തേർഡ് ഓപ്ഷൻ്റെ കൂടെ വാച്ചിന് നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയായിരുന്നു ഒരു 1.5 വീക്ക് പോയിരുന്നത്. അതിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് എനിക്ക് 12 to 4 ഓഫും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു എൻ്റെ സ്കെഡ്യൂൾ പൊക്കോണ്ടിരുന്നത്. ആദ്യത്തെ 2-3 ദിവസം എനിക്ക് സീ സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കയറിയ സമയത്ത് തന്നെ അടുത്ത വോയേജ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ നിന്ന് പോയ സമയത്ത് അവിടെ സൈക്ലോൺ ഉണ്ടായതുകൊണ്ട് നാച്ചുറൽ റോളിങ്ങിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ റോളിംഗ് ആയിരുന്നു അപ്പോൾ അനുഭവപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നാമത്തെ കയറി ഉടനെ തന്നെ ആയതുകൊണ്ട് കുറച്ച് സീ സിക്നെസ്സും വൊമിറ്റിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 ഡേയ്സ് കൊണ്ടെല്ലാം ഓക്കെ ആയി. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ മെഡിക്കൽ പ്രശ്നങ്ങൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് 1.5 ആഴ്ച 2 ആഴ്ച എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പോയി, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഷിപ്പിലൊരു ക്യാബിൻ ഇൻസ്പെക്ഷൻ വന്ന സമയത്ത് എല്ലാവരുടെയും ഇൻസ്പെക്ഷൻ നോക്കിയപ്പോൾ എൻ്റെ ക്യാബിൻ അത്ര ക്ലീൻഡ് അല്ലായിരുന്നു. അപ്പം അവിടുന്ന് തുടങ്ങി പ്രശ്നങ്ങൾ. അപ്പം തന്നെ അതൊരു പ്രശ്നമായി. പിന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ നഷ്ടപ്പെട്ടു. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്കും കുറച്ച് ഇതായിട്ട്, കാരണം എൻ്റെ ക്യാബിൻ അങ്ങനെ ഒരു മോശം സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്കും കുറച്ച് വിഷമമായി. കാരണം എനിക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോയി. പിന്നെ അങ്ങനെ കണ്ടപ്പം അങ്ങനെ ഒരു കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായി. അപ്പം ഞാൻ പിന്നെ ഓർത്തു ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാൻ പാടില്ല. ഞാൻ മാക്സിമം എനിക്ക് ട്രൈ ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി ഓക്കെ ആക്കണം എന്നോർത്തിരുന്നു. അങ്ങനെ പോയി ഞാൻ പിന്നെ ചെയ്ത ഓരോ സാധനങ്ങളും ഞാൻ നല്ലതാവണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് നടന്നിട്ടുള്ളത്. ആ ഒരു പ്രശ്നത്തിന് ശേഷം പിന്നെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പം അത് ചീഫ് ഓഫീസർ എന്നെ കുറിച്ച് മെന്റലി സ്ട്രോങ് ആക്കാനും, ഞാൻ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അപ്പം എന്നെ മെന്റലി സ്ട്രോങ് ആക്കാനൊക്കെ ആയിട്ടാണ് ചീഫ് ഓഫീസർ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് വരുന്നെന്നാണ് ചീഫ് ഓഫീസർ ഓർത്തിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും പുള്ളി ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വന്ന് എൻ്റെ ഉച്ചയ്ക്കത്തെ 12 to 4 ഓഫ് എടുത്ത് കളഞ്ഞു. എന്നിട്ട് കണ്ടിന്യൂസ് ആക്കി, മീൻസ് കണ്ടിന്യൂസ് വർക്കാക്കി. മോർണിംഗ് 4 to 7 വാച്ച് കീപ്പിങ്, പിന്നെ ഒരു 7 to ക്ലീനിങ്ങും ഫുഡെല്ലാം കഴിച്ചിട്ട് 8 to ഈവനിങ് ഒരു 4-4:30 ഒക്കെ വരെ 4-4:30 ഒക്കെ വരെ ഡെക്ക് വർക്ക് ആയിരുന്നു. ചിപ്പിംഗ്
പെയിന്റിങ്, അങ്ങനത്തെ കുറെ ക്രൂവിന്റെ കൂടെയുള്ള ഡെക്ക് വർക്കും തന്നു. എന്നിട്ട് വൈകുന്നേരം വാച്ചും ഉണ്ടായിരുന്നു, ഒരു 1 hour എക്സ്ട്രാ തേർഡ് ഓപ്ഷന്റെ കൂടി. അപ്പം പിന്നെ എൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അപ്പം കുറഞ്ഞു പോയി. കാരണം എനിക്ക് ഞാൻ റൂമിൽ എത്തുമ്പോൾ 9 മണിയാകും. പിന്നെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു 10 ആവും. പിന്നെ 10 പിന്നെ രാവിലെ 4 ആകുമ്പോൾ പോകണമെങ്കിൽ ഒരു 3:30 ആകുമ്പോഴത്തേനും എഴുന്നേക്കണം. അപ്പോൾ ഉറങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പം ആ ഒരു സമയത്ത് പിന്നെ ചീഫ് ഗസ്റ്റ് എല്ലാ ദിവസവും ഒരു റൂള് വെച്ച് എല്ലാ ദിവസവും പഠിക്കണം. ഞങ്ങൾക്ക് 41 റൂൾസ് ഉണ്ട് RORന്റെ. അപ്പം അത് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുടക്കമൊക്കെ കുറച്ച് നോക്കി. പക്ഷെ എനിക്ക് ഒരു റൂള് ഫുള്ള് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല. അപ്പം അങ്ങനെ വന്ന് ഇപ്പം ഈ ഒരു ഷെഡ്യൂളും കൂടെ മാറ്റിയപ്പോഴത്തേനും എനിക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായി പഠിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ വന്ന് ചീഫ് ഓഫീസർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അങ്ങനെ ഉത്തരം പറയാൻ പറ്റിയില്ല. അങ്ങനെ വന്ന് പ്രശ്നം പിന്നെയും കൂടി ലാസ്റ്റ് എന്നെ ബ്രിഡ്ജിൽ നിന്നും പുറത്താക്കി. പിന്നെ ഫുള്ള് എനിക്ക് ക്ലീനിങ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം രാവിലെ പോകുന്നു, ഫുള്ള് ക്ലീൻ ചെയ്ത പിന്നെയും ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ ഒരു 1.5 വീക്ക് അങ്ങനെ പോയി. അപ്പം തന്നെ എൻ്റെ മെന്റലി ഞാൻ കുറച്ച് ഇതായി. കാരണം എപ്പോൾ നോക്കിയാലും ക്ലീനിങ് മാത്രമേ ഉള്ളൂ, വേറെ ഡ്യൂട്ടീസ് ഒന്നുമില്ല. ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടീസ് വേറെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് കുറച്ച് മെന്റലി ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു. ചീഫ് ഓഫീസറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്നെ നല്ലപോലെ എടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്തത് ഞാൻ നന്നാൻ വേണ്ടി തന്നെയായിരുന്നു. അത് അപ്പം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ സെക്കൻഡ് ഷിപ്പിൽ കയറിയപ്പോഴാണ് എനിക്ക് കറക്റ്റ് മനസ്സിലായത്. എന്നെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്തോ ചെയ്യുന്നതെല്ലാം നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരുന്നു. ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നതൊന്നും നടക്കാറില്ല, എല്ലാം ഓപ്പോസിറ്റ് നടന്നുകൊണ്ടിരുന്ന ആ സമയത്ത്. അതിൻ്റെയൊക്കെ ഇത് കാരണം ഞാൻ കുറച്ച് മെന്റലി വീക്ക് ആയിരുന്നു ആ സമയത്ത്. ഞാൻ ചീഫ് ഓഫീസറോടാണ് ഒരു തവണ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല ഇത്രയും ചെയ്യുമ്പോൾ, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഉറക്കവും ശരിയാവുന്നില്ല, എല്ലാം കൊണ്ട് ഞാൻ പഠിക്കാത്ത എന്നൊക്കെ പറഞ്ഞു. അപ്പം ചീഫ് ഓഫീസർ പറഞ്ഞു, എന്നാൽ പിന്നെ വൈകുന്നേരം 6 കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓഫ് തരാം. ഞാൻ കുറച്ച് പ്രോബ്ലംസ്, എനിക്ക് ഒരു ബുക്കുണ്ട്, ആ പ്രോബ്ലംസ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഒരു 1 വീക്കിനുള്ളിൽ തീർത്തിട്ട് വരുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, തിരിച്ച് ബ്രിഡ്ജിലും എടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ചെയ്യാൻ നോക്കി. അപ്പം എൻ്റെ മൈൻഡിലും ഇത് തന്നെയായിരുന്നു, എങ്ങനെയെങ്കിലും ഇത് തീർത്തിട്ട് സാറിനോട് പറയണം ഞാൻ തീർത്തു എന്നൊരു ഇതിലായിരുന്നു ഞാൻ. അപ്പം ആദ്യത്തെ ഒരു വൺ ഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ ആ പ്രോബ്ലംസ് എനിക്ക് ഒട്ടും സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നില്ല. അപ്പം ഞാനത് നോക്കി പഠിച്ച് ചെയ്ത് എന്തെങ്കിലും കുറച്ച് സമയം എടുത്തു. അപ്പം ചീഫ് ഓഫീസർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ എന്ന്. എൻ്റെ സത്യം പറഞ്ഞാൽ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ സാറ് വഴക്ക് പറയല്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു സാർ തയ്യാറാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊരു നുണയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു, ഇത്ര ഒന്നും ആയിട്ടില്ല എന്ന് പറയാൻ എനിക്കൊരു പേടിയായിരുന്നു. കാരണം എനിക്ക് ആ ഡേറ്റിനുള്ളിൽ എങ്ങനെയെങ്കിലും തീർക്കണം എന്നായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞു. പക്ഷെ ആ നുണ പറയാൻ പോയതാണ് അവിടെ പ്രശ്നമായത്. ഞാൻ തീർന്നിട്ടില്ലായിരുന്നു എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എനിക്കെന്തോ തിരിച്ച് ഇനി വഴക്ക് കിട്ടണ്ടല്ലോ, ഞാൻ അപ്പത്തേനും തീർക്കും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു സാർ തീരാറായി ഇപ്പം തീരും, നാളെ തീരും, സാർ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേനും തീരും എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് ലാസ്റ്റ് വന്നൊന്ന് ആ ഡേറ്റ് ആയി എപ്പോഴോ എൻ്റെ ഫുള്ള് തീർന്നിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞിരുന്നത്, തീരാറായെന്ന്. അപ്പോഴത്തേനും പ്രശ്നം പിന്നെയും പ്രശ്നമായി, നേരത്തെ ഉള്ളതിനേക്കാളും വേഴ്സ്റ്റായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി ലാസ്റ്റ് അങ്ങനെ പോയിക്കൊണ്ടേ കൊച്ചിയിൽ ഒരു ഷോർ ലീവ് വന്നു. അപ്പോൾ ഷോർ ലീവിൽ പേരൻസിനെ കാണാൻ വേണ്ടി പോവാം എന്നൊരു പേരൻസ് വരാമെന്ന് പറഞ്ഞു കൊച്ചിയിലേക്ക്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു ഷോർ ലീവ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു 3 ടാസ്ക് തന്നു. 3 ടാസ്ക് തന്നിട്ട് ഇത് തീർത്തിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇടാമെന്ന് പറഞ്ഞു. അപ്പം ആ ടാസ്ക് ഇപ്പോൾ സാറ് കുറഞ്ഞാളെങ്കിൽ ടാസ്ക് തരുന്നില്ലായിരുന്നു. അപ്പം ആ സമയത്ത് പെട്ടെന്ന് 3 ടാസ്ക് വന്നതിനും എൻ്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ തലേദിവസം കുറച്ച് റെസ്റ്റും കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മൈൻഡിൽ എങ്ങനെയും പുറത്ത് പോകണോ വേണ്ടിയോ അത് പിന്നെ കാര്യം, പക്ഷേ ഇത് എങ്ങനെയും തീർത്തിട്ട് സാറിനെ കൊണ്ട് കാണിക്കണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ എനിക്ക് തലേദിവസം കുറച്ച് സമയം കിട്ടി. ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്ത് ഞാൻ ആ 3 ടാസ്കും തീർത്ത് സാറിനോട് പറഞ്ഞിരുന്ന പിറ്റേ ദിവസം രാവിലെ സാറിൻ്റെ ടേബിളിൽ അതുകൊണ്ട് വച്ചിരിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ എങ്ങനെയോ 3 തീർത്തിട്ട് സാറിൻ്റെ ടേബിളിൽ കൊണ്ട് വെച്ചു. അപ്പം എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ മുഴുവൻ തീർത്തു, അപ്പോൾ സാറിനെ അപ്രിഷ്യേറ്റ് ചെയ്യായിരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും എന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ റിസൾട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സാറ് വന്നു എന്നോട് പറഞ്ഞു അപ്പം നിനക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, നീ വേണ്ടെന്ന് വെച്ചിട്ടാണ് ചെയ്യാണ്ടിരുന്നത് ഇത്ര നാളും, ഇപ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞ അവസരം വന്നപ്പോൾ കൊണ്ടാണ് നീ ഇപ്പോൾ ചെയ്ത് തീർത്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പം നീ ചെയ്ത് തീർത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ നിനക്ക് പറ്റില്ലാത്തതുകൊണ്ടായിരുന്നു
എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര നാളെ നീ വെറുതെ ചെയ്യാണ്ട് നീ മനഃപൂർവ്വം ചെയ്യാണ്ടിരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പിന്നെയും നെഗറ്റീവ് ആവുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് ഞാൻ പിന്നെയും ഫുൾ ഡൗൺ ആയി. എനിക്ക് പിന്നെ മൈൻഡിലുണ്ട് എൻ്റെ കോൺട്രാക്ട് 4 months ആയിരുന്നു. 4 months കഴിഞ്ഞ് അപ്പം എനിക്ക് അപ്പം എൻ്റെ മൈൻഡിൽ എനിക്കിപ്പോൾ എപ്പോഴെങ്ങനെയും 4 months കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇടയ്ക്കൊന്നും പോകത്തില്ല. പക്ഷെ 4 months 4 months കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് എപ്പോഴും സൈൻ ഓഫ് കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് ഷിപ്പിന് ഒറ്റ സ്ട്രെച്ചിൽ 8-9 മാസം തീർക്കാം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതലും എനിക്ക് ഓക്കെ ആകത്തില്ല, ഞാൻ കുറച്ചുകൂടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം, നെക്സ്റ്റ് ഷിപ്പിൽ ഞാൻ ഓക്കെ ആക്കിക്കോളാം എന്ന് എൻ്റെ മൈൻഡിൽ ഞാൻ തീരുമാനിച്ചു. പിന്നെയും കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന് ഞാൻ പിന്നെയും ഫുള്ള് ഡൗൺ ആയി. പിന്നെ എനിക്ക് എൻ്റെ മൈൻഡിൽ എങ്ങനെയും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു എൻ്റെ 4 months ആ സമയത്ത് കുറേ പേര് പറഞ്ഞു ഇപ്പോൾ 4 months പ്രൊബേഷൻ പീരീഡ് ആണ്, ഇപ്പോൾ സൈൻ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഷിപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ ഇപ്പോൾ സൈൻ ഓഫ് കൊടുക്കരുത്, എക്സ്റ്റൻഷൻ കൊടുക്കാവുള്ളൂ എന്ന്. പക്ഷേ ഇപ്പം എനിക്ക് ഒന്ന് എൻ്റെ കാര്യം എനിക്കല്ലേ അറിയാവുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു എനിക്കൊന്ന് ഓക്കെ ആവണേ എനിക്കൊരു 4 months കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ ബ്രേക്ക് വേണം, എന്നിട്ട് ഞാൻ അടുത്ത ഷിപ്പിൽ കയറൂ എന്ന് തന്നെയാണ് ഓർത്തിരുന്നത്. അപ്പം ഞാൻ 4 months കറക്റ്റായി തന്നെ സൈൻ ഓഫ് ലെറ്റർ കൊടുത്തു. എനിക്ക് 5.5 months സൈൻ ഓഫും കിട്ടി. പക്ഷെ സാറിൻ്റെ ആ ട്രെയിനിങ് കാരണം ഞാൻ കുറേ നല്ല സ്ട്രോങ് ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഉറപ്പായി ഇനി എന്ത് വന്നാലും എനിക്കത് നേരിടാൻ പറ്റും എന്നൊരു സ്ട്രോങ് ആക്കി തന്നത് സാറാണ്. പിന്നെ സാറ് കാരണം എനിക്ക് വേറൊരു ഗുണമുണ്ടായിട്ടോ. സാറ് കാരണം എൻ്റെ ഫാമിലിക്ക് ഷിപ്പിൻ്റെ ഉള്ളിൽ വരാൻ പറ്റി. കൊച്ചിയിലെത്തിയ സമയത്ത് ഫാമിലി ഉള്ളവരെ എനിക്ക് അച്ഛനെയും അമ്മയും ഷിപ്പിനുള്ളിൽ കയറ്റാൻ എനിക്ക് സാധിച്ചു. അത് സാർ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നാണ്. സാർ എന്നോട് പറഞ്ഞത് കൊച്ചി വരുമ്പോൾ അപ്പത്തേനും തയ്യാറാവുന്നതിനൊരു 1 month ബിഫോർ ആട്ടോ. അപ്പത്തേനും ഞാൻ സാറിനോടൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒന്നാമത് തുടങ്ങാം, പയ്യെ സ്റ്റാർട്ട് ഞാൻ കുറച്ച് മെച്ചപ്പെട്ട് വെച്ചിട്ട് വരുന്നുണ്ടായിരുന്നു നേരത്തെ കാലം. പയ്യെ ഞാൻ സാറിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സാറിന് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ പയ്യെ ഞാൻ ബെറ്ററെ വരുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് സാർ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാക്കി തന്നത്. അത് കഴിഞ്ഞ് വീട്ടുകാർ വന്ന് കണ്ടു പോയി. പിന്നെ ഒരു 5.5 months ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതിൻ്റെ അന്നും സാർ എന്നോട് പറഞ്ഞു സ്ട്രോങ് ആകാൻ വേണ്ടിയാ അങ്ങനെയൊക്കെ വേണ്ടിയാ കുറച്ച് ട്രെയിനിങ് തരാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ അത് കറക്റ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ചേട്ടനെ പോലെ തന്നെയാണ് സാർ എന്നെ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഒരു ബ്രദർ നന്നാൻ വേണ്ടിയില്ല നോക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് സാറ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ട്രെയിനിങ് ആയിരുന്നു. എനിക്ക് മാക്സിമം ബ്രിഡ്ജ് എക്യുപ്മെന്റ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കാനും ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി സാറ് കുറേ എഫോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഫുള്ള് ഞാൻ ഫസ്റ്റ് ഷിപ്പ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഫുള്ള് മെന്റലി ഞാൻ കുറച്ച് ഡൗൺ ആയതുകൊണ്ട് എനിക്ക് സാറിൻ്റെ എക്സ്പെക്റ്റേഷൻ അത്രയും ഉയരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതെന്ന് തോന്നി ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് അടുത്തത് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു തിങ്. ഇപ്പോൾ ഷിപ്പിലാണ് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്ക് അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഞാൻ തന്നെയാണ് എല്ലാം എൻ്റെ മൈൻഡിൽ ഇട്ടിട്ട് ഞാൻ തന്നെയാണ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ഞാൻ തന്നെയാണ് ഓക്കെ ആയിക്കൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ ആരും ഷെയർ ചെയ്യാറുണ്ട്, സാറിനോട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ലാണ്ട് വേറെ ആരോട് ഞാൻ അങ്ങനെ ഒന്നും ഷെയർ ചെയ്യാറുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഷിപ്പിൽ. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് സാറിനോട് കോൺടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, സാറിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് ഷിപ്പ് എന്തായി എന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു. 2 months കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഷിപ്പിൽ കയറിയത്. സെക്കൻഡ് ഷിപ്പ് ഞാൻ ഒരു 9 months കംപ്ലീറ്റ് ആക്കി. ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഷിപ്പിൽ നിന്ന് കിട്ടിയ ധൈര്യം എനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു സെക്കൻഡ് ഷിപ്പിൽ, അത് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എനിക്ക് തരുന്ന വർക്ക്സൊക്കെ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം നല്ലപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഷിപ്പിൽ എനിക്ക് മനസ്സിലായി ഷിപ്പ് ലൈഫ് എങ്ങനെയായിരിക്കും അന്ന് കറക്റ്റ് മനസ്സിലായത് ഫസ്റ്റ് ഷിപ്പ് കഴിഞ്ഞ പിന്നെയാണ്. അപ്പോൾ ആ ഒരു ഐഡിയ വച്ചാണ് ഞാൻ പിന്നെ സെക്കൻഡ് ഷിപ്പിലേക്ക് തയ്യാറെടുപ്പ് നടത്തിയത്. സെക്കൻഡ് ഷിപ്പിൽ വലിയ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോക്കകത്ത് പിന്നീട് ചെയ്യാം. അപ്പം ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷിപ്പ് എക്സ്പീരിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളൊന്നും ഷെയർ ചെയ്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഫിസിക്കലി സ്ട്രോങ്ങിനോടൊപ്പം തന്നെ നല്ലപോലെ മെന്റലി സ്ട്രോങ് ആവുക. നമ്മൾ കോളേജിൽ നമുക്ക് കറക്റ്റ് ഷിപ്പിങ്ങിൻ്റെ ലൈഫ് നമുക്ക് ഇന്നത്തെ കാലത്ത് മനസ്സിലാകത്തില്ല. അപ്പോൾ അത് ഷിപ്പിൽ വന്നു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ അത്രയ്ക്ക് ഭയങ്കര സൂപ്പർ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് വരരുത്. ഭയങ്കര നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡിലോട് വേണം വരാൻ. വർക്കിൻ്റെ ഒപ്പം നമ്മൾ കേരളത്തിൽ ആയതുകൊണ്ട് നമ്മുടെ കുറച്ച് സ്റ്റഡീസ് നമ്മൾ ഷിപ്പ് വെച്ച് തന്നെ നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പം നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വേണം വരാൻ. ഈ പറയാനുള്ളത് നല്ല സ്ട്രോങ് ആയിട്ട് വരിക. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ
ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ വേറെ കുറച്ച് കേഡറ്റ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അവരുടെ കുറച്ച് കേഡറ്റ്സ് ഷിപ്പിൽ പോയവരോട് നിങ്ങൾ ചോദിക്കുക ഷിപ്പിൽ ലൈഫ് എങ്ങനെയായിരുന്നു. പിന്നെ ഷിപ്പിൽ ലൈഫ് ചോദിക്കുമ്പം നിങ്ങൾ കുറേ കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്യാണ്ട്, ചോദിക്കുന്നവർ ഹൈഡ് ചെയ്യാണ്ട് നടന്നു തന്നെ ഫുള്ള് തുറന്നങ്ങ് പറയുക. അപ്പോൾ അവർക്ക് കറക്റ്റ് ഐഡിയ കിട്ടില്ല. അപ്പോൾ അവർ അതിനൊരു മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് പോകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവരുടെ ട്രെയിനിങ് നല്ലപോലെ നടക്കും. അവർ കുറച്ച് സ്ട്രോങ് കേഡറ്റായിട്ട് പുറത്തും വരും. അപ്പം നിങ്ങൾ ഇനി കയറാൻ നിൽക്കുന്നവർ കുറച്ച് ആൾക്കാരോട് ചോദിക്കുക ഷിപ്പിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുക. നിങ്ങൾ അതിനൊക്കെ ചോദിച്ചിട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. ഒരു ഫ്രഷ് മൈൻഡിലൂടെ പോകാണ്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്, കുറച്ച് ആൾക്കാരുടെ ലൈഫൊക്കെ അറിഞ്ഞിട്ട് വേണ്ടി പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനും പറ്റും. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തിരിച്ച് ഫസ്റ്റ് ഷിപ്പിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ സ്ട്രോങ്ങും ആയിരിക്കും. നിങ്ങൾക്കൊരു ബെസ്റ്റ് കേഡറ്റായിട്ടും ബെസ്റ്റ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് മാറാനും സാധിക്കും. ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നീട് ഒരു വീഡിയോ ഷോർട്സും ഒക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇതിപ്പോൾ കേട്ടായിട്ടൊക്കെ ജോയിൻ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.